നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം. നിരവധി കമൻസും മെസ്സേജും സ്ഥിരം കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അത് അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഐഫോണെ പറ്റി പറയുമ്പം TRDA, US, ഇന്ത്യൻ അങ്ങനെ നിരവധി മോഡലുകൾ. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? സോ ഐഫോൺ എന്ന് പറയുന്നത് ഒരൊറ്റ എണ്ണേ ഉള്ളൂ. നമുക്കറിയാം സാംസങ് അല്ലെങ്കിൽ മറ്റു പല ബ്രാൻഡുകളും ഇന്ത്യയിൽ ഇറക്കുന്ന സ്പെക്കിലല്ലായിരിക്കും മറ്റൊരു രാജ്യത്ത് അതേ ഡിവൈസ് ഇറക്കുന്നത്. മിക്കപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പെക്കിലാണ്, അതായത് പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ വ്യത്യാസങ്ങൾ കാണും. എന്നാൽ ഐഫോണിൻ്റെ കാര്യത്തിൽ അങ്ങനെ വ്യത്യാസമില്ല. ഐഫോൺ എന്ന് പറയുന്ന ആ ഒരു മോഡൽ ലോകത്ത് എവിടെ ഇറങ്ങിയാലും അതിൻ്റെ പ്രോസസ്സർ ആയിക്കോട്ടെ, അതിൻ്റെ റാമിൻ്റെ കപ്പാസിറ്റി ആയിക്കോട്ടെ, ക്യാമറ, ഡിസ്പ്ലേ എല്ലാം ലോകത്ത് സെയിം ആയിരിക്കും. ഒരു രാജ്യത്ത് വ്യത്യാസമുള്ള പ്രോസസ്സറോ മറ്റൊരു രാജ്യത്ത് വേറൊരു പ്രോസസ്സറോ അങ്ങനത്തെ പരിപാടി ഐഫോണിൽ ഇല്ല. സോ ലോകത്തിറങ്ങുന്ന എല്ലാ ഐഫോണുകളും സെയിം ആണ്. പിന്നെ എന്താണ് ഈ ജാപ്പനീസ്, TRDA, US എന്നൊക്കെ പറഞ്ഞ് പല പേരിൽ അറിയപ്പെടുന്നത്? അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ നെറ്റ്വർക്ക് ബാൻഡ് വിഡ്ത്തിലാണ്. ഓരോ രാജ്യത്തും അതാത് രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റുകൾ നിയമിച്ചിട്ടുള്ള ബാൻഡ് വിഡ്ത്തുകളാണുള്ളത്. ഇപ്പോൾ 5Gക്ക് തന്നെ പല ബാൻഡ് വിഡ്ത്തുകളുണ്ട്. ഇന്ത്യയിൽ ഏതൊക്കെ ബാൻഡ് വിഡ്ത്ത് ഉണ്ട്, അല്ലെങ്കിൽ US-ലോ ജപ്പാനിലോ ഗൾഫിലോ ഏതൊക്കെ 5G ബാൻഡ് വിഡ്ത്ത് എന്നുള്ളതെന്ന് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ സാധിക്കും. സോ ആ ഒരു ഡിഫറൻസ് ആണ് ഐഫോണിൻ്റെ കാര്യത്തിൽ വരുന്നുള്ളൂ, ബാൻഡ് വിഡ്ത്തുകളുടെ ഡിഫറൻസ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മോഡൽസിന് പ്രൈസിൽ വ്യത്യാസങ്ങൾ വരുന്നത്? ഈ ഒരൊറ്റ കാരണം മാത്രമാണോ? അല്ല. ഇപ്പോൾ ജാപ്പനീസ് വേർഷൻ ഐഫോണുകളിൽ അതിൻ്റെ ഷട്ടർ ബട്ടൺ, അതായത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഷട്ടറിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് ജാപ്പനീസ് സ്പെക്ക് ഐഫോണുകളിൽ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. പൊതുവേ ഈ മ്യൂട്ട് ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഷട്ടർ ക്ലിക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കത്തില്ല. പക്ഷേ ജാപ്പനീസ് സ്പെക്ക് ഐഫോണുകളിൽ നമുക്ക് ക്യാമറയുടെ മ്യൂട്ട് ബട്ടൺ അല്ലെങ്കിൽ ആ ഒരു ഷട്ടർ ബട്ടൺ സൗണ്ട് മ്യൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ചൈനീസ് വേർഷൻ ഐഫോണുകളിൽ നേരത്തെ ഒരു iOS 15, 14 സമയത്തൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് GPS പ്രോപ്പറായിട്ട് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ആകത്തില്ല. അത് ഏത് രാജ്യത്ത് കൊണ്ടുപോയാലും അത് വർക്ക് ആകത്തില്ല എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് അത് സോഫ്റ്റ്വെയർ പരമായിട്ട് ആപ്പിൾ അത് പരിഹരിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ TRDA, ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ വരുന്ന മിക്ക ഡിവൈസുകളും TRDA ആണ്. കാരണം അവിടുത്തെ ടെലികോം മിനിസ്ട്രിയുടെ കുറച്ച് ക്രൈറ്റീരിയാസ് കാര്യങ്ങളുണ്ട്. അത് ഈ പറയുന്ന പോലെ നെറ്റ്വർക്ക് ബാൻഡ് വിഡ്ത്തിലുള്ള വ്യത്യാസങ്ങളാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ സോഫ്റ്റ്വെയർ പരമായിട്ട് അവിടെ ലോക്കുള്ളത് നമുക്കറിയാം. ഫേസ് ടൈം, വാട്സാപ്പ് കോൾ ചെയ്യാൻ സാധിക്കില്ല, വീഡിയോ കോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതൊക്കെ സോഫ്റ്റ്വെയർ ലിമിറ്റേഷനാണ്, അതൊന്നും ഹാർഡ്വെയർ അല്ല. സോ യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ സീറോ ഹാർഡ്വെയർ ലിമിറ്റേഷൻസ് ആണ് ഈ ഫോണുകൾക്കുള്ള, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ. പിന്നെ US സ്പെക്ക്, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഐഫോൺ 17 Pro സീരീസിലേക്ക് വന്നപ്പോഴാണ് നമുക്കറിയാം US-ൽ eSIM ഒള്ളി വേരിയൻസ് ആണ്, ഗൾഫിലും അത് തന്നെയാണ് eSIM ഒള്ളി വേരിയൻസ് ആണ്. eSIM ഒള്ളി വേർഷൻ്റെ പ്രത്യേകത ഫിസിക്കൽ സിം ഇടാൻ സാധിക്കുന്ന ഐഫോണുകളെക്കാൾ സ്ലൈറ്റ്ലി ലാർജർ ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ള കാര്യം ആപ്പിൾ അന്ന് അനൗൺസ് ചെയ്ത സമയത്ത്, 17 സീരീസ് Pro സീരീസ് അനൗൺസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ വരുന്നതുകൊണ്ടാണ് പ്രൈസിൽ ഡിഫറൻസ് വരുന്നത്. അല്ലാതെ ഇതിൻ്റെ ഹാർഡ്വെയർ ലെവലിൽ യാതൊരു ചേഞ്ചസും ഇല്ല. സെയിം പ്രോസസ്സർ, സെയിം എമൗണ്ട് ഓഫ് സ്റ്റോറേജ് അല്ലെങ്കിൽ റാം എല്ലാം സെയിം തന്നെ, യാതൊരു വ്യത്യാസമില്ല. ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യം. സോ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യും.